എന്ത് തോന്നിവാസവും പറയാം, എന്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്താം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിലപ്പോൾ സമൂഹം പോകുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാൻ, എൻ്റെ ശത്രുവാണെന്ന് ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നയാളല്ല. ഈ ഹേർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എന്നെ ഒരാൾ ഹേർട്ട് ചെയ്ത് എനിക്ക് മനസ്സിൽ ഒറ്റൊരു വിഷമം ഉണ്ടാവും, ഞാൻ സംശയമൊന്നുമില്ല. ഹേർട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുന്നില്ല, അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അസത്യമായ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, പേഴ്സണലായിട്ട് പറയുന്നത്, കുടുംബത്തിനെ പറ്റി പറയുന്നത്. പക്ഷേ അത് ഞാൻ എപ്പോഴും ചിന്തിക്കും, അവനും അതുപോലെ ഒരില്ലേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയോ, എത്രമാത്രം എൻ്റെ മോശമായിട്ട് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഈ പറയുന്ന. പക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ച് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ഒരു ശത്രു മനോഭാവത്തോടു കൂടി ഒരാളെ നശിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ അവനൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ശത്രു ആയതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ തോന്നിയിട്ടുമില്ല. അതൊക്കെ ഞാൻ പഠിച്ചത് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന്. ഏത് ശത്രുക്കളൊക്കെ ഈ അപ്പുറത്തെ ടൗണിൽ ഇരുന്ന് പബ്ലിക് മീറ്റിംഗ് തെരുവച്ചിട്ട് അന്നേരം ഇങ്ങോട്ട് കയറി സഹായം അച്ചാച്ചനറിയാം, പോട്ടെ ചെയ്യാം. അങ്ങനെയല്ലേ നമുക്ക് അവനെ എന്ന് പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയൂ, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. എല്ലാവർക്കും ഓരോരുത്തർക്കും ആ ഹൃദയം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത് ഈസി അല്ല. അപ്പോൾ അതാണ് നമ്മൾ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ വളരെ ഡെലിബറേറ്റ് ആയിട്ട് എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നേരെ നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ.